നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ബീഹാറിൽ നീക്കങ്ങൾ വേഗത്തിലാക്കി നിതീഷ് കുമാർ. നാളെ ഗവർണറെ കാണാൻ സമയം തേടിയതായി സൂചന. ബീഹാർ നിയമസഭാ കക്ഷി യോഗം നാളെ. അടിയന്തര യോഗം വിളിച്ച് RJD. ഇടുക്കി ശാന്തൻപാറയിൽ പാർട്ടി ഓഫീസിന് NOC നിഷേധിച്ചതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ CPM. നടപടി മാത്യു കുഴൽനാടന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാനെന്ന ജില്ലാ സെക്രട്ടറി. വയനാട്ടിൽ ചൂരിമലയിൽ കടുവ കൂട്ടിലായി. ബത്തേരിയിൽ കോടതി വളപ്പിൽ കരടിയെ കണ്ടെത്തി. തൃശൂർ കുന്നംകുളത്ത് പൂരത്തിനിടെ ആനയെ ചൊല്ലി കൂട്ടയടി. തർക്കം ആനകളെ നിർത്തുന്ന സ്ഥാനത്തെ ചൊല്ലി. ഹൈക്കോടതിയിലെ നാടക വിവാദം വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിക്കും. വൺ നേഷൻ വൺ വിഷൻ വൺ ഇന്ത്യ നാടകത്തിൽ പ്രധാനമന്ത്രി അപമാനിച്ചെന്ന് പരാതി. നാടകം അവതരിപ്പിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി. കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം. പദയാത്ര മോദിയുടെ ഗ്യാരണ്ടി, പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഉദ്ഘാടനം ചെയ്യും. മാധ്യമപ്രവർത്തകർ നൽകിയ മാനനഷ്ട കേസിൽ ട്രംപിന് തിരിച്ചടി. ജീൻ കാരലിന് $83 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന വിധി. കോടതി വിധിച്ചത് ജീൻ കാരൽ ചോദിച്ചതും 8 ഇരട്ടി നഷ്ടപരിഹാരം. അപ്പീൽ പോകുമെന്ന് ട്രംപ്. ഓസ്ട്രേലിയൻ ഓപ്പൺസ് പുരുഷ ഡബിൾസ് കിരീടം ലക്ഷ്യമിട്ട് രോഹൻ ബൊപ്പണ്ണ സഖ്യം ഇന്നിറങ്ങും. വനിതാ സിംഗിൾസ് ഫൈനലിൽ സെബലങ്ക ചങ് ചിങ് വെൻ പോരാട്ടം.